നന്നായി തഴച്ചു വളർന്നു നിൽക്കുന്ന കറിവേപ്പ് കണ്ടില്ലേ? ഇതുപോലെ നന്നായി വളരുവാൻ ഞാൻ ഏത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ ഫെർട്ടിലൈസർ പുറത്തു നിന്നും വാങ്ങാറില്ല. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതിന് വളം കൊടുക്കുന്നത്. എങ്ങനെയാണ് ഞാൻ വളം കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ ഒരു പാത്രമെടുത്തു. ഇതിലോട്ട് നമുക്ക് ഒരു 5 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങി കേടാകുന്ന തൈരുണ്ടാകത്തില്ലേ? അതായിരുന്നാലും മതി. കുറച്ച് നല്ല പുളിച്ച തൈരാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് കിട്ടും. ഇത് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിരുന്ന തൈരാണ്. അതിൽ നിന്നുമാണ് ഞാൻ 5 സ്പൂണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങിയതായാലും വീട്ടിലുണ്ടാക്കിയതായിരുന്നാലും ഏതായിരുന്നാലും മതി. ഇനി നമുക്ക് ഒരു മിക്സിയിലോട്ട് ഈ തൈര് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം. കറിവേപ്പിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കാൻ പറയുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ ഇലകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. ഇനി നമുക്ക് തൈര് സ്പ്രെയറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രെയർ ഇല്ലെങ്കിൽ ഒരു ബോട്ടിലെടുത്താലും മതി. അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിൽ വെള്ളം ചേർത്താലും മതി. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിൽ ചെയ്യുക. ഇത് എൻ്റെ 1 ലിറ്ററിൻ്റെ സ്പ്രെയറാണ്. ഞാൻ ഇവിടെ 5 സ്പൂൺ തൈരും 1 ലിറ്റർ വെള്ളവുമാണ് എടുക്കുന്നത്. ഇതെൻ്റെ വീട്ടിലെ പൂച്ചയാണ്. ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും അവനും ഇവിടെ വന്ന് ഇരിപ്പായി. ഇനി നമുക്ക് ഈ ലിക്വിഡ് എടുത്ത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലകളിലും പിന്നെ അതിൻ്റെ ചുവട്ടിലും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് എൻ്റെ മറ്റൊരു കറിവേപ്പാണ്. ഇത് കുറച്ച് ദിവസം മുന്നേ നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാതായി. ആ സമയത്ത് അതിൻ്റെ ഇലകൾ കുറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ കരുതി നമുക്ക് ഈ ഫെർട്ടിലൈസർ എല്ലാത്തിനും കൂടി ഒന്ന് കൊടുക്കാമെന്ന്. ഇനി ഞാൻ ഈ കറിവേപ്പിൻ്റെ ഇലകളിലും തണ്ടിലും അതിൻ്റെ ചുവട്ടിലും നന്നായി നനച്ച് കൊടുക്കുന്നു. ഇതുപോലെ കറിവേപ്പിൻ്റെ ചുവട്ടിലെ ഇലകളിലും 2 ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നന്നായി കറിവേപ്പ് തഴച്ച് വളരുന്നതായി നമുക്ക് കാണാൻ കഴിയും. മഴയൊക്കെ പെയ്യുമ്പോൾ കറിവേപ്പ് നന്നായി തഴച്ച് വളരും. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇലകളൊക്കെ ഒരുമാതിരി കുരുടിച്ച് കാണും. ആ അവസ്ഥയിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറിവേപ്പ് നന്നായി തഴച്ച് വളരുന്നതായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടോ? നിങ്ങൾ ഏത് ഫെർട്ടിലൈസറാണ് നിങ്ങളുടെ കറിവേപ്പിന് നൽകുന്നത്? ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിനായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.